ഇതല്ലാതെ ഞങ്ങൾ ചിന്തിക്കാത്ത എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ കൊണ്ടുപോകാൻ? അതായത് നമ്മൾ ഓരോ പ്രോജക്റ്റിനും ഇപ്പൊ ഞാൻ B32-44 ശ്രുതിയുടെ മൂവി ചെയ്യുമ്പോൾ അപ്പോഴാണ് നമ്മൾ ക്യാൻസർ പേഷ്യൻസ് ശരീരത്തിൽ ഈ കുറെ കുപ്പികൾ ചുമന്നാണ് അവർ നടക്കുന്നത്. എനിക്ക് അന്ന് വരെ അറിയാത്തൊരു കാര്യമായിരുന്നു. രമ്യ നമ്പീശനൊക്കെ നമ്മുടെ ഈ ബോഡിക്ക് അകത്തുള്ള ഫ്ലൂയിഡ് ഒക്കെ പോകാനായിട്ട് അത് വെച്ചിട്ടാണെന്നുള്ളത് നമുക്ക് അറിയില്ല. പിന്നെ രമ്യ നമ്പീശനൊക്കെ എനിക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടാണ് നമ്മൾ ബോഡി ബൈൻഡ് ചെയ്താ കൊണ്ട് നടന്നിരുന്നത്. അത് ഭയങ്കര പെയിൻ ആയിട്ട് പുള്ളിക്കാരി കരഞ്ഞിട്ട് വരണ്ട ആ ബോഡി ബൈൻഡ് ചെയ്യണ അദ്ദേഹത്തിന്. പക്ഷെ അത് വെച്ച് മണിക്കൂറുകളോളം പുള്ളിക്കാരി അഭിനയിച്ചു. നമുക്കും ഭയങ്കര പാടാണ്. അവരങ്ങനെ നമ്മള് കാരണമല്ല ഡിമാൻഡ് ചെയ്യുന്നത് കാര്യം നമുക്കും വേറെ നിവൃത്തിയില്ല. സെറിൻ ഷിഹാബിനൊക്കെ ഞങ്ങൾ ബോഡി ബൈൻഡ് ചെയ്തിട്ടുണ്ട്. സെറിൻ ഷിഹാബ് അതിനകത്ത് സൈസ് ഇല്ലാത്തൊരു കൊച്ചെന്ന് പറയുമ്പോൾ സെറിനൊക്കെ നമ്മൾ ബൈൻഡർ ഇട്ടിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ അപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സർജറി ചെയ്യാൻ പറ്റാത്ത ട്രാൻസ്ജെൻഡേഴ്സ് അങ്ങനെ ഈ ബൈൻഡർ വെച്ചാണ് അവർ ജീവിക്കുന്നത്. നമ്മളിപ്പം അവരുടെ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് അറിയാതിരിക്കാൻ അപ്പം അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് അപ്പോഴൊരു ക്യാൻസർ പേഷ്യന്റ് സർവൈവർ ജീവിക്കുന്ന ഇങ്ങനെ ഈ ബോട്ടിലും ഗോസും ഇതെല്ലാം ബോഡിയിൽ ചുമന്നുകൊണ്ടാണ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ആ സമയത്താണ് മനസ്സിലായിട്ടുള്ളത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഓരോരുത്തര് മനുഷ്യർ ജീവിക്കുന്നതിൻ്റെ ഓരോ ഇത് ആ സിനിമയ്ക്കകത്ത് അങ്ങനത്തെ ഇമോഷണലി നമ്മൾ അങ്ങനെ കുറെ കടന്നു പോയിട്ടുണ്ട്.